26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിൽ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രാലയം. നിലവിൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിനുള്ള യാതൊരു നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലില്ല എന്നുള്ളതാണ് മന്ത്രാലയം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിരാശ പകരുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് കേന്ദ്ര ധനമന്ത്രാലയം. നിലവിൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിനുള്ള യാതൊരു നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലില്ല എന്നുള്ളതാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിരാശ പകരുന്നതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ശമ്പളഘടനയിൽ മാറ്റം വരുത്തണമെന്ന ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യങ്ങൾക്കിടയിലാണ് സർക്കാരിന്റെ ഈയൊരു പ്രതികരണം വരുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA അടിസ്ഥാന ശമ്പളത്തിന്റെ 60% ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ട DA വർധനവ് കൂടി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ലയനം സംബന്ധിച്ച സർക്കാരിന്റെ ഈ പിന്മാറ്റം വരുന്നത്. വർഷത്തിൽ 2 തവണയായിട്ടാണ് സാധാരണയായി DA പരിഷ്കരിക്കുന്നത്. ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയാണ് DAയിലെ ഈ മാറ്റങ്ങൾ നിശ്ചയിക്കുന്നത്. സാധാരണയായി ജനുവരി, ജൂലൈ മാസങ്ങളിലെ പരിഷ്കരണങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ യഥാക്രമം മാർച്ചിലും ഒക്ടോബറിലും ഉണ്ടാവാറുണ്ട്. ഏറ്റവും പുതിയ വർധനവോടെയാണ് DA നിലവിൽ 60% എത്തി നിൽക്കുന്നത്. അടിസ്ഥാന ശമ്പളത്തെ ആശ്രയിച്ചാണ് പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം, ഗ്രാറ്റുവിറ്റി, പെൻഷൻ ആനുകൂല്യങ്ങൾ, മറ്റ് പ്രധാന അലവൻസുകളൊക്കെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാൽ ഈ ആനുകൂല്യങ്ങളിലെല്ലാം സ്വാഭാവികമായും വലിയ വർധനവുണ്ടാകും. ഇത് ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം വലിയ തോതിൽ വർദ്ധിക്കുമെന്നതിനാലാണ് സംഘടനകൾ ഈ ആവശ്യവുമായി രംഗത്തെത്തിയതും. അടിസ്ഥാന ശമ്പള ലയനവും 8ാം ശമ്പള കമ്മീഷന് കീഴിലുള്ള ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടറും ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകൾ സമർപ്പിച്ച നിവേദനങ്ങൾക്കാണ് ധനമന്ത്രാലയം മറുപടി നൽകിയത്. നിലവിൽ ഇത്തരം മാറ്റങ്ങൾ ഒന്നും തന്നെ പരിഗണനയിലില്ല എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയത്. 8ാം ശമ്പള കമ്മീഷന്റെ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.